സുഖമായി സോസേജ് ഫ്രൈയാ? സോസേജ് ചുക്ക, ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ ഇതെന്തിന് ഉള്ളി, പിന്നെ തക്കാളി ഇതങ്ങനെ അരിഞ്ഞിടുക അല്ലേ? തക്കാളി ഇങ്ങനെ അരിഞ്ഞിടുക. ഇതിലെന്തൊക്കെ മസാലകളാണ്? എല്ലാ മസാലകളും. ആ അടിപൊളി. ആളെ തലയിലേക്ക് കഴിക്കുമ്പോൾ കുരുമുളകാണ് മെയിൻ. പിന്നെ ഇത് ഇടയ്ക്ക് ടച്ചപ്പായിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ സുഖമാണ്. ഇതാണ് സോസേജ്. സോസേജ് ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്ന. അയ്യോ കൈപ്പൊള്ളി. ഗൈസ് ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുക. ഗൈസ് അല്ലേ? ഗൈസ് അല്ലേ? ഗൈസ് എന്നല്ലേ കറക്റ്റ്? ഗൈസ്. ഓക്കെ, മറച്ചിടണം ഗൈസ്. മറച്ചിട്ടാതെ അതിൻ്റെ ഉദ്ഭവനം റെഡിയാവുള്ളൂ. ഉദ്ഭവനം കറക്റ്റ് വാക്കല്ലേ? നല്ല വാക്ക. മാറോടലിഞ്ഞും അടുക്കള പൊളിച്ചടിക്കുക. കറിവേപ്പില ഇങ്ങനെ ഇടുകയാണ് ഗൈസ്. തണ്ടിടണം. തണ്ടാണ് ഗൈസ് ഇതിൻ്റെ മെയിൻ. ആന്തോളനം. ആന്തോളനം അതാണ് കറക്റ്റ് വാക്ക്. എന്താണ് ഭയങ്കര ഗൈസ്. കാല് പൊള്ളി ഗൈസ്. കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യം മഞ്ഞപ്പൊടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് മഞ്ഞപ്പൊടി കൂടുതൽ ഇടാം. അതല്ല ആവശ്യത്തിനാണ് വേണ്ടെങ്കിൽ ആവശ്യത്തിനിടാം. അവനവൻ്റെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇടുക. അല്ലാതെ ഇത്രയൊന്നും കണക്കൊന്നുമില്ല. ഞാൻ മുളക് പൊടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടി കൂടുതലിടാം. ഞങ്ങൾ ഇത്ര ഇട്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇത്ര ആവശ്യമുള്ളൂ ഗൈസ്. എന്താ ഗൈസ്? പിന്നെ കുരുമുളക് ഗൈസ്, ഇത് ആവശ്യത്തിന് അനാവശ്യത്തിനാണെങ്കിലും കുറച്ച് അധികം ഇട്ട് കഴിഞ്ഞാൽ അതേ വാരി വേണം. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ആവശ്യത്തിനിടാം. നിങ്ങളാവശ്യത്തിന്. ഞങ്ങളാവശ്യത്തിനുള്ള ഞങ്ങൾ ഇട്ട്. എന്നിട്ടിത് അടിമുടി ഒന്ന് വഴറ്റിയെടുത്ത് ഗൈസ് ഇതിലേക്ക് ഈ സോസേജ് ഇട്ടിട്ട് ഒന്ന്